പ്രിയ കൂട്ടുകാരെ, ബുദ്ധിമാനായ ആളുകളുടെ സ്വഭാവ സവിശേഷതകൾ 12 സ്വഭാവവിശേഷതകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഈ 12 സവിശേഷതകൾ നിങ്ങൾക്കുണ്ടോ? മഹത്തായ സ്വഭാവവിശേഷതകൾ എങ്കിൽ നിങ്ങൾ ഒരു ബുദ്ധിമാനാണെന്ന് ഞങ്ങൾ പറയും. ചാണക്യൻ്റെ 12 ഐഡിയകൾക്ക് നിങ്ങളുടെ വിധിയെപ്പോലും മാറ്റുവാൻ കഴിയും. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ കാര്യം വിഡ്ഢിത്തമാണ്. ഏറ്റവും മികച്ചത് നമ്മുടെ ബുദ്ധിശക്തിയാണ്. ബുദ്ധിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണമെന്ന് മാത്രം. ഒരു വിഡ്ഢി മറ്റുള്ളവരുടെ ജീവിതവും അവൻ്റെ ജീവിതവും കൂടെയാണ് നശിപ്പിക്കുന്നത്. അത് അവർക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം. 12 ഐഡിയകളിൽ ആദ്യത്തേത് സ്വയം അറിയുക എന്നുള്ളതാണ്. പിന്നെ സ്ഥിരമായി ഇരിക്കുക എന്നും. 1. സത്യത്തെ തിരിച്ചറിയുവാനുള്ള കഴിവ്. കാലത്തിനു പോലും മാറ്റുവാൻ പറ്റതാണ് സത്യം. ഇതിനെക്കുറിച്ച് ചാണക്യൻ പറയുന്നു, ബുദ്ധിമാൻ്റെ സവിശേഷത എന്തെന്നാൽ നുണയുടെ അറ്റത്ത് ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ മനസ്സിലാക്കുവാനുള്ള സവിശേഷമായിട്ടുള്ള ബുദ്ധിയാണ്. ചെവി കൊണ്ട് മാത്രമല്ല ബുദ്ധിമാൻ കേൾക്കുന്നത്, യുക്തിയും വസ്തുതകളും കൊണ്ട് അത് മനസ്സിലാക്കുന്നു. നുണയ്ക്ക് അധികം ആയുസ്സില്ല. നുണയ്ക്ക് ആയുസ് കുറവാണ്. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിശ്വസിക്കരുത്. വസ്തുതകളെ യുക്തി ഉപയോഗിച്ച് മാത്രം മനസ്സിലാക്കി ഒരു തീരുമാനത്തിലെത്തുക. ക്ഷമയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ചാണക്യൻ പറയുന്നു. ഒരു ബുദ്ധിമാനും പെട്ടെന്ന് തീരുമാനമെടുക്കില്ല. ഒരാൾ യുദ്ധത്തിൽ ജയിക്കുന്നത് വാളുകൊണ്ട് മാത്രമല്ല, യുക്തി കൊണ്ട് മാത്രം കൂടിയാണ്. അതിന് ശരിയായ സമയം വരെ കാത്തിരിക്കണമെന്നും അവർക്കറിയാം. ആദ്യം സാഹചര്യം ആഴത്തിൽ വിശകലനം ചെയ്യണം. ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുക. ഇത് പ്രാവർത്തികമാക്കും തോറുമാണ് നമ്മൾ വിജയികളായി മാറുന്നത്. എന്തിനും നമ്മൾ ഉടനടി പ്രതികരിക്കരുത്. ക്ഷമയോടെ കാത്തിരുന്ന് മാത്രം പ്രതികരിക്കുന്നത് നമ്മുടെ ശക്തമായ തീരുമാനമെടുക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ്. മൗനമാണ് ഏറ്റവും വലിയ ആയുധം. ഒരു ബുദ്ധിമാൻ എല്ലായിടത്തും ഓടിച്ചെന്ന് സംസാരിക്കില്ല. അവൻ എല്ലായിടത്തും നിശബ്ദമായിരുന്നു എല്ലാം പഠിക്കുന്നു, എല്ലാം ശ്രദ്ധിക്കുന്നു. പിന്നീട് ശരിയായ സമയത്ത് വേണ്ടിടത്ത് വേണ്ട പോലെ ശരിയായ മറുപടി നൽകും. വാക്കിന് വാളിനേക്കാൾ വേഗം മുറിവേൽപ്പിക്കുവാൻ കഴിയും. ഈ ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ അനാവശ്യമായിട്ടുള്ള സംസാരം കൊണ്ടാണ്. വികാരങ്ങൾ ശക്തമാണെങ്കിൽ മൗനമാണ് ഏറ്റവും നല്ലത്. ശരിയായ സ്ഥലത്ത് ശരിയായവരുടെ അടുത്ത് ശരിയായ കാര്യങ്ങൾ പറയുക. 4-ാമത്തെ കാര്യം, നമ്മുടെ മോശം കൂട്ടുകാരിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമ്മൾ മാക്സിമം പഠിക്കണം. തെറ്റായ കൂട്ടുകെട്ട് നമ്മുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കുമെന്ന് നമ്മൾ അറിഞ്ഞു അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. സുഹൃത്തുക്കൾ എത്ര ഉണ്ടായാലും, എത്ര നല്ല സാമ്പത്തിക സഹായം അവരിൽ നിന്ന് ലഭിച്ചാലും, അതുകൊണ്ട് നമുക്ക് എത്ര ലാഭമുണ്ടായാലും, ഇത് മാറ്റി നിർത്തുകയില്ലെങ്കിൽ നമ്മുടെ ഭാവി ജീവിതത്തിൽ ഇത് വളരെയധികം ദോഷകരമായി ഭാവിക്കും. നമ്മളുടെ ഭാവി ജീവിതത്തെ ഇത് ഇരുളടഞ്ഞു പോകാൻ കാരണമാക്കും. നമ്മുടെ 5-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ്. സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരുത്തന് ഈ ലോകം മുഴുവൻ കീഴടക്കാൻ കഴിയും. ലോകം കഴിവുള്ളവൻ്റെ കൂടെയാണ്. ബുദ്ധിയുള്ളവൻ അത്യാഗ്രഹം, കോപം എന്നിവയെ നിയന്ത്രിക്കുന്നു. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കണം. ആത്മനിയന്ത്രണമുള്ളവനെ ആർക്കും തന്നെ പ്രലോഭനത്തിൽ പെടുത്തുവാൻ കഴിയില്ല. മാത്രമല്ല, അവൻ ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുക എന്നും മറ്റുള്ളവർ മനസ്സിലാക്കുക പോലുമില്ല. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടത് വിദ്യയാണ്, അതും ശരിയായ രീതിയിൽ പഠിക്കുന്ന വിദ്യ. എവിടെ നിന്നും ഒരാൾ അറിവ് നേടണം. ആ അറിവ് കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടെങ്കിൽ ആ അറിവ് കൊണ്ട് നമ്മൾ വളരെയേറെ മുൻപന്തിയിലെത്തും. അത് എവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ വാങ്ങണം. ജാതി, മതം, വർഗം അതും നമ്മൾ നോക്കരുത്. ജീവിതത്തിന് ഉപകാരമാകുന്ന അറിവുകൾ എവിടെ നിന്നും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്.